ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചമ്മയെ കൊണ്ട് വാരി തരിപ്പിക്കാനുള്ള ആ ഒരു അടവുകളെല്ലാം ഇവിടെ രേവതി കാണിക്കുകയാണ്. അതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും അച്ചമ്മയ്ക്കും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അച്ചമ്മേ, അവളുടെ അടവാണ്, എനിക്കറിയാടാ, എന്നെ കൊണ്ട് വാരി തരിപ്പിക്കാനുള്ള അടവാണ് അവൾ കാണിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊയ്ക്കോ. ഇനി എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇതെല്ലാം തീറ്റിച്ചിട്ടേ വരുന്നുള്ളു. മോളെ രേവതി മോളെ, ഇത് തിന്നേ, ഇത് ഫുള്ളും കഴിക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ വാരി വാരി കൊടുക്കുകയാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയും ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണം, എന്താ വർഷേ, നിനക്ക് എന്താ പറ്റിയത്, മൂഡ് ഓഫ് ആണോ? അല്ല, എന്നാൽ ആ ശ്രുതി ചേച്ചി പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ശ്രീകാന്തേ, നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ ഇരുന്നാൽ പോലെ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞത് കേട്ടില്ലായിരുന്നു? അവരെന്ത് വേണമെങ്കിലും പറയട്ടെ വർഷേ, അവരങ്ങനെയാണല്ലോ, അവരുടെ കാര്യങ്ങളെ അവരെ നോക്കുകയുള്ളൂ. പക്ഷെ നമുക്കങ്ങനെ പറ്റുമോ? നമുക്ക് വീട്ടിലുള്ളവരുടെ കാര്യം നോക്കണ്ടേ? അവരെന്ത് വേണമെങ്കിലും പറയട്ടെ. എന്നാലും നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം അച്ചമ്മ കൊടുക്കാനായിട്ട് സമ്മതിച്ചില്ലല്ലോ. പക്ഷേ അച്ചമ്മ പറഞ്ഞ കാര്യങ്ങൾ എത്ര കറക്റ്റാണ്. നമ്മൾ ഈ ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത് അത്ര നല്ല കാര്യമല്ല വർഷേ, അതൊന്നും മനസ്സിലാക്കിയേ. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ അച്ചമ്മ. അപ്പോൾ ഇവരെന്താണ് പറയുന്നത്, ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നറിയാൻ വേണ്ടി തന്നെ അച്ചമ്മ അവിടെ കാതോർത്തിങ്ങ് നിൽക്കുക. അപ്പോൾ വർഷ സംസാരിക്കുകയാണ്. അച്ചമ്മ പറയാൻ കാര്യമുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് അടുക്കളയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് ഭയങ്കര തിരക്കല്ലേ. എനിക്ക് രേവതി ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ആകെ സങ്കടം തോന്നുന്നത്. രേവതി ചേച്ചി, പാവൻ രേവതി ചേച്ചിയെ സഹായിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ. വർഷേ, നിനക്ക് അവരോട് പറയായിരുന്നില്ലേ നാളെ ഒരു ദിവസത്തേക്ക് ലീവ് വേണോന്ന്? ഞാൻ ഇന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞതാ എനിക്ക് നാളെ ഒരു ദിവസം ലീവ് തരണോന്ന്. പക്ഷേ അവർ പറയാൻ പറ്റില്ല, ആ റെക്കോർഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം, എന്നാലേ ഞങ്ങൾക്ക് ഫീൽഡ് ഇറക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെയാണ് അവർ സംസാരിച്ചത്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, സീരിയലിൻ്റെ കറക്റ്റ് സമയത്ത് ഇറക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ. നീ പറഞ്ഞത് ശരി തന്നെയാണ് വർഷേ, എനിക്കും അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം കുളം തോണ്ടും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതല്ല ശ്രീകാന്തേ, എനിക്ക് രേവതി ചേച്ചിയുടെ ഒപ്പം കിടക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയേട്ടൻ മാറുന്നുണ്ടോ? സച്ചിയേട്ടൻ എപ്പോഴും രേവതി ചേച്ചിയുടെ അടുത്ത് തന്നെ ഉണ്ടാകും. ഇങ്ങനൊരു ഭർത്താവ്. എന്നാലും രേവതി ചേച്ചി ഭാഗ്യവതിയാണ് കേട്ടോ, നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കൊള്ളാലോ വർഷേ, കുറേ നാൾ മുമ്പ് നീ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇങ്ങനൊരു മരങ്ങോടൻ ഭർത്താവിനെയാണോ രേവതി ചേച്ചി കിട്ടിയത് എന്നൊക്കെ ചോദിക്കായിരുന്നല്ലോ. ഇപ്പം എന്താ അതെല്ലാം തിരുത്തി മറിച്ചോ? അല്ല, ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ശ്രീകാന്തേ, ഞാനൊന്നും വയ്യാതെ കിടന്നാൽ നീ ഇതേപോലെ നിൽക്കോ? സച്ചിയേട്ടനെ പോലെ നീ എന്നെ നോക്കോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സച്ചിയേട്ടനെ പോലെ ആകാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, എന്നാലും ഞാൻ നിന്നെ നോക്കിയൊക്കെ ചെയ്യും, അതിൽ യാതൊരു സംശയമൊന്നുമില്ല എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇതെല്ലാം കേട്ട് നമ്മുടെ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ വർഷ വീണ്ടും പറയണം, എന്നാലും രേവതി ചേച്ചി എന്തെങ്കിലും വിചാരിക്കോ? അല്ല, രേവതി ചേച്ചി ഒന്നും നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ. നമുക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരങ്ങൾ രേവതി ചേച്ചി ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ ശ്രീകാന്തേ. രേവതി ചേച്ചി അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. കാരണം ഏട്ടത്തി അങ്ങനെ വർഷയുടെ ആ ഒരു സംസാര രീതികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എന്തായാലും വർഷയുടെ മനസ്സ് നല്ല മനസ്സാണെന്ന് അച്ചമ്മ തിരിച്ചറിയുകയാണ്. അപ്പോൾ നമ്മുടെ വർഷ വീണ്ടും പറയുകയാണ്, എന്തെങ്കിലും ഒന്ന് രേവതി ചേച്ചിക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷം ആയാനായിരുന്നു. നമ്മുടെ ഫീൽഡ് അങ്ങനെ ആയി പോയല്ലോ. പിന്നെ എനിക്ക് അടുക്കളയിൽ കയറി ഒന്നും ചെയ്യാനും അറിയില്ല, പക്ഷെ എന്നാലും അച്ചമ്മയെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മ ഭയങ്കര സന്തോഷം കൊണ്ട് മതി പറഞ്ഞ് നടന്നു പോവാ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ്. അപ്പം ശ്രുതിയാണെങ്കിൽ അതിലേറെ ടെൻഷനിൽ നിൽക്കുക. നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ചോദിക്കുക, എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത്, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ശ്രുതി. കാരണം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടായിരുന്നു, നമുക്ക് ഇവിടെ നിന്ന് വല്ല ഫുഡൊക്കെ കഴിച്ച് നാളെ നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്ത് ചെയ്യാനാണ്, ഏതായാലും നമ്മൾ ഫുഡ് കഴിച്ചു വന്നത് അച്ചമ്മ അറിഞ്ഞു, വഴക്കും പറഞ്ഞു. പക്ഷേ വർഷയും ശ്രീകാന്ത് എന്താ ചെയ്തത്, എല്ലാവർക്കും വേണ്ടി ഫുഡ് മേടിച്ചുകൊണ്ട് വന്ന് അച്ചമ്മയുടെ മുന്നിൽ നല്ല പുള്ള ചമഞ്ഞു. അതൊക്കെ അവർ മനഃപൂർവ്വം ചെയ്തതാ. എന്നിട്ട് ലാസ്റ്റ് എന്ത് കിട്ടി, അച്ചമ്മയുടെ നിന്ന് വഴക്ക് കിട്ടിയോ? നമുക്കൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമേ അല്ല ശ്രുതി. മാക്സിമം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അടുക്കളയിൽ കയറി ജോലി ചെയ്യേണ്ടി വരുമെന്നേ.
അതിന് നിനക്കൊന്ന് അടുക്കള കയറിയാൽ എന്താ കുഴപ്പം ശ്രുതി? അച്ഛമ്മയെ ഒന്ന് സഹായിച്ചാൽ മതിയല്ലോ. പിന്നെ അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഏതായാലും ശ്രുതി കഴിക്കാനായിട്ട് പോകുന്നില്ല, എൻ്റെ കൈ കൊണ്ട് പച്ചവെള്ളം കിട്ടുമെന്ന് വിചാരിക്കണ്ട എന്നിങ്ങനെ ശ്രുതിയുടെ ആ ഒരു ഇടിവിട്ട് മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി ആകെ ഞെട്ടിപ്പോയി. ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചിന്തിച്ചാൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറാൻ പോകുന്നില്ല. അതിന് നീ എല്ലാ ജോലിയും നീ ചെയ്യേണ്ട ശ്രുതി. നീ അച്ഛമ്മയുടെ കൂടെ നിന്നാൽ മാത്രം മതി. അല്ലെങ്കിലും അച്ഛമ്മയ്ക്ക് സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കണം. അതാണ് അച്ഛമ്മയുടെ സന്തോഷം. ഇപ്പം തന്നെ കണ്ടില്ലേ, സ്വന്തമായിട്ടല്ലേ ഫുഡ് ഉണ്ടാക്കിയത്, ആരെങ്കിലും സഹായിക്കാനായിട്ട് കയറിയോ? എന്നിട്ട് ദേ രേവതിക്ക് ഒക്കെ കൊടുത്തില്ലേ? അതാണ് അച്ഛമ്മ. അല്ലാതെ നിന്നെ കൊണ്ട് മലമറിച്ച ജോലിയൊന്നും ചെയ്യിപ്പിക്കില്ല അച്ഛമ്മ. എന്തായാലും നീ അതൊക്കെ പറയും, അച്ഛമ്മയുടെ സ്വഭാവമല്ലേ. അവരെ ഞാൻ ഇന്നലെ ഇന്നും കാണാൻ തുടങ്ങിയതാണോ? എത്ര നാളെ എത്ര വർഷമായി കാണാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഈ അടവുകളൊന്നും നടക്കില്ല. അപ്പോൾ ഇവരുടെ വർത്തമാനവും അച്ഛമ്മ കേൾക്കാൻ ഇടയാകുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ഭയങ്കര കലി വരികയാണ്. ശ്രുതിയുടെ ശരിക്കുള്ള മനസ്സിലിരിപ്പ്, ശരിക്കുള്ള സ്വഭാവവും അവിടെ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണല്ല, ആ ഒരു ഫുഡിൻ്റെ മണമൊക്കെ കേട്ടിട്ട് എനിക്കാകെ കൊതിയാവുന്നു, എനിക്ക് ഇവിടെ തന്നെ കഴിക്കാനായിട്ട് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിന്ന് കഴിച്ചോ, പക്ഷേ ഞാൻ അടുക്കള കയറും നീ വിചാരിക്കണ്ട, ഞാനങ്ങനെ കയറാനും പോകുന്നില്ല. അച്ഛമ്മയുടെ അടവൊന്നും എൻ്റെ മുന്നിൽ നടക്കാൻ പോകുന്നില്ല. നിൻ്റെ അച്ഛമ്മയുടെ സ്വഭാവമല്ലേ എനിക്ക് ശരിക്കറിയാം. എന്നെക്കൊണ്ട് അവർ നന്നായിട്ട് ജോലി ചെയ്യിപ്പിക്കും. അല്ല ശ്രുതി, ഞാനൊരു കാര്യം പറയട്ടെ, നാളെ സമരമല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് കട തുറക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനും നിൻ്റെ ഒപ്പം വന്ന് പാർലറിലിരിക്കാം. അതെങ്ങനെയാണ് ശരിയാവുന്നത്? പാർലറിലാണെങ്കിൽ എനിക്ക് ഒരു ജോലി പോലില്ല, കസ്റ്റമറൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഷോറൂമിൽ വന്നിരിക്കുന്നത്. നീ ഇപ്പോൾ ഷോറൂം തുറക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അത് തുറക്കാൻ പറ്റില്ലല്ലോ, സമരമല്ലേ, അവരടിച്ച് പൊളിക്കും. അതിനേക്കാൾ നല്ലത് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കുന്നതാ. ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. അച്ഛമ്മ എന്നെ കൊണ്ട് ഓരോരോ ജോലികളൊക്കെ ചെയ്യിപ്പിക്കും, ഇവിടുത്തെ ജോലി മുഴുവനും. രേവതിക്കാണെങ്കിൽ വയ്യേതാനല്ലോ, പിന്നെ രേവതിയുടെ വീൽ ചെയറും ഉരുട്ടിക്കൊണ്ട് ഞാൻ നടക്കണം. എന്നിട്ട് അവൾക്ക് ചോറ് വാരി കൊടുക്കുകയും ചോറുണ്ടാക്കി കൊടുക്കുകയും അവളുടെ മേലെ തുടപ്പിക്കുകയും അങ്ങനെ സകലമാന ജോലികളും അച്ഛൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു പ്രശ്നവുമില്ല. എന്നാലും ശ്രുതി, പിന്നെ എന്താ ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയില്ലേ? നീ പറ, നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞത് ഞാൻ കേൾക്കാം. അതായത് നാളെ ഇവിടെ നമുക്ക് കടയില്ല, അങ്ങനെ ഇല്ലെങ്കിൽ ഒന്നും പറയണ്ട, നമുക്ക് പതിവ് പോലെ തന്നെ ഇറങ്ങാം. എന്നിട്ട് പുറത്തേക്ക് പോയി ഒരു സിനിമയൊക്കെ കണ്ട് ഔട്ടിങ്ങിനൊക്കെ പോയി ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴും നമുക്ക് തിരിച്ചു വന്നാൽ മതിയെന്നേ. അപ്പോൾ ആരും സംശയിക്കില്ല, എനിക്ക് ഇവിടുത്തെ ജോലി ചെയ്യേണ്ട യാതൊരു കാര്യമില്ല, രേവതിയുടെ കാര്യം തിരക്കേണ്ട ആവശ്യവും ഇല്ല. ആ ഒരു കാര്യം പറഞ്ഞത് ശരി തന്നെയാണ്. അല്ലെങ്കിലും ഈ രോഗികളെ നോക്കാന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും അറപ്പുള്ളൊരു കാര്യമാണ്. ഞാൻ രോഗിനെ നോക്കൂല, പിന്നെ വേറൊരു പണിയില്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇന്ന് സംസാരിച്ചപ്പോൾ നമ്മുടെ അച്ഛമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, എടി ശ്രുതി, നിന്റെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിന്ന് നാളെ പോയത് തന്നെ മോളെ. ഈ അച്ഛമ്മ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഓരോരോ ജോലികളും നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. നീ നാളെ ഒരു പുറത്തേക്കും പോകുന്നില്ലടി എന്ന് അച്ഛമ്മ ചിന്തിക്കുക. അങ്ങനെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പോവുക. അങ്ങനെ നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ വരാന്തയിൽ വന്നിങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് രവിയുടെ വരവ്. അമ്മ ഇവിടെ ഇരിക്കുക, നമ്മൾ കിടന്ന് ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലടാ, ഈ നമ്മുടെ 3 മരുമക്കളും 3 സ്വഭാവക്കാരാണല്ലേ. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് നിന്റെ മരുമക്കളിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം രേവതിയോടാണ്. നിനക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം രവി, നീ അത് പറയാത്തതാ. അച്ഛമ്മേ അമ്മേ അങ്ങനെ തന്നെയാ, എനിക്ക് രേവതിയോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ വർഷയുടെ മനസ്സും നല്ല മനസ്സ് തന്നെയാണ്. അവൾക്ക് നമ്മളോടൊക്കെ സ്നേഹമുണ്ട്. അത് അമ്മ പറഞ്ഞ സത്യം തന്നെയാ. ഈ പണക്കാരിയാണ് എന്നുള്ള രീതിയിൽ അവൾ ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ കഴിഞ്ഞിട്ടേ വേറെ ആരോട് അവൾക്ക് സ്നേഹമുള്ളൂ. അവൾക്ക് രേവതി എന്ന് പറഞ്ഞ ജീവന, സ്വന്തം ചേച്ചിയെ പോലെയാണ് അവൾ രേവതിയെ കാണുന്നത്. അതിലൊട്ടും കുറവ് വരുത്താനായിട്ട് പറ്റില്ല. നീ പറഞ്ഞ ശരി തന്നെയാണ് രവി. പക്ഷേ ശ്രുതി അങ്ങനെയല്ല കേട്ടോ രവി. അവളുടെ മനസ്സിൽ ഭയങ്കര കുനിഷ്ടാണ്. അവൾ ഈ കുടുംബത്തോട് ദ്രോഹം ചെയ്യാൻ തന്നെയാണ് ശ്രമം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്ന് ഞാനൊരു കാര്യം കേട്ടു രവി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും രവിയോട് പറയാണ്. ഓഹോ, അപ്പോൾ അങ്ങനെയായിരുന്നല്ലേ അമ്മേ സംഭവങ്ങൾ? അതെ,
അവൾക്ക് ഇവിടെ നിൽക്കാനോ ഇവിടുത്തെ ജോലി ചെയ്യാനോ കഴിയില്ല. അതമ്മ പറയാൻ ശരിയാ തന്നെയാണമ്മേ. കാരണം അവൾ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്നപ്പോൾ മുതലൊന്നും അടുക്കളയിലൊന്നും കയറിയിട്ടില്ല. എല്ലാം രേവതിയാണ് അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നത്. നീ കണ്ടോ രവി, ഇനി അവളെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. നാളെ കടാവധിയാണ്, എന്നിട്ടും ഇവിടുന്ന് മുങ്ങാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അവരെ ഞാൻ പൊക്കും. എൻ്റെ മുന്നിൽ നിന്ന് മുങ്ങാനായിട്ട് ഞാൻ അവരെ സമ്മതിക്കില്ല. നീ കണ്ടോ, അവൾക്കിട്ട് 8ന്റെ പണി തന്നെ ഞാൻ കൊടുക്കും എന്നും പറയാ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന വെളുപ്പിനെ തന്നെ നമ്മുടെ അച്ഛമ്മ നേരെ ശ്രുതിയുടെയും അടുത്തേക്ക് ചെല്ലും. ഇവരാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുക. രണ്ടിനെ ഉറക്കം കണ്ടില്ലേ, അവൾ കിടന്ന് ഉറങ്ങുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ ശ്രുതി, മോളെ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. പക്ഷേ രേവതിയാണെങ്കിൽ പാർലറിൽ എന്തോ കാര്യമൊക്കെ ആലോചിച്ചിട്ട് നീ ഫേഷ്യൽ ചെയ്യുന്നതുകൊണ്ടാ കസ്റ്റമർ ഒന്നും വരാത്തത്. പോടി ശ്രുതി, നിന്നോട് പോയല്ലടി പറഞ്ഞത് എന്ന് അച്ഛമ്മയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് കാലി വരിക. അച്ഛമ്മ നേരെ ശ്രുതിയുടെ മുന്നിലേക്ക് ഇങ്ങനെ മുഖം കൊണ്ട് ചെന്ന് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛത്തെ വിളിക്കുകയാണ്. നമ്മുടെ ശ്രുതി കണ്ണ് തുറന്നതും അച്ഛമ്മയുടെ ആ ഒരു രൂപം കണ്ട് പേടിച്ചു പോയി. എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ചാടി എണീക്കുകയാണ്. ശ്രുതിയുടെ ആ ഒരു ഒച്ചയും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ചാടി എണീക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, നീ എന്തിനാ കിടന്ന് ഒച്ചപ്പാണ്ടാക്കിയത്? അച്ഛമ്മയല്ലേ നിന്നെ വിളിച്ചത്? അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? മാഷിൻ്റെ ഉറക്കവും കളയാൻ എന്നും പറഞ്ഞുകൊണ്ട് ദേ ശ്രുതി അവിടെ പടവന്ന് കിടക്കുക. അപ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കണം, എന്തിനാ അച്ഛമ്മ ഇത്ര വെളുപ്പിനെ എന്നെ വിളിച്ചത്? പിന്നെ വിളിക്കാതെ? അതെ, കുടുംബത്തിൽ പിറന്ന പെൺപിള്ളേരെ രാവിലെ എണീക്കണം, എന്നിട്ട് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യണം. ജോലികൾ ചെയ്യാനോ? അതെ, പെട്ടെന്ന് പോയി കുളിച്ചേ നീ. കുളിക്കാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എനിക്ക് തണുത്ത വെള്ളം തലയിൽ വീണ പനി വരുന്നേ, അതുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ല. എൻ്റെ പൊന്നുമോളെ, അതൊക്കെ വെറും തോന്നലാണ്. അങ്ങനെയൊന്നും പനി വരില്ല. രാവിലെ എണീറ്റ് കുളിച്ച് ശീലിക്കാത്തത് കൊണ്ടാ. അതുകൊണ്ട് മോളിന്ന് മുതൽ രാവിലെ കുളിച്ച് ശീലിക്ക്. അപ്പോൾ നല്ല പ്രതിരോധ ശക്തി ഉണ്ടാകും. അതാണ് വേണ്ടത്. എന്നിട്ട് നീ കോലം വരക്കണം. കോലം വരക്കാനോ? എന്താ അച്ഛമ്മീ പറയുന്നത്? എനിക്ക് കോലമൊന്നും വരക്കാൻ അറിയില്ല. രേവതിക്ക് സുഖമില്ലല്ലോ. അതുകൊണ്ട് രേവതിയുടെ അസുഖം മാറുന്നത് വരെ നീ കോലം വരച്ചാൽ മതി കേട്ടോ ശ്രുതി. അത് പിന്നെ ശ്രുതി വരച്ചോളും. ശ്രുതി എണീക്ക്, അച്ഛമ്മ വിളിക്കുന്ന കേട്ടില്ലേ? എണീക്കാനാ പറഞ്ഞത്, അവനെ വിളിക്കണ്ട. അവൻ കിടന്നുറങ്ങിക്കോട്ടെ. മോനെ ശ്രുതി, നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ശ്രുതി, നീ തന്നെ എണീറ്റ്, നീയല്ലേ മൂത്ത മരുമകള്. അപ്പോൾ ഈ വീട്ടിൽ കോലം വരക്കണം നീ, എന്നാലേ മഹാലക്ഷ്മി കയറി വരുള്ളൂ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാമ്മ അച്ഛമ്മേ കണ്ട പെണ്ണുങ്ങളെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് കയറുന്നത്? നീ നല്ല അടിമേടിച്ചാലുണ്ടല്ലോ. എടാ, മഹാലക്ഷ്മി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദൈവത്തെയാണ്. ഓ അങ്ങനെ. അതുകൊണ്ട് മോളെ, ഇനിയിപ്പോൾ രേവതിയുടെ അസുഖം മാറിയാലും മൂത്ത മരുമകൾ നീയാണല്ലോ. അതുകൊണ്ട് നീ കോലം വരച്ചാൽ മതി, അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയിട്ട് അങ്ങാട് വലിച്ചഴക്കുകയാണ് നമ്മുടെ അച്ഛമ്മ. ശ്രുതിക്കപ്പ പണി കിട്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂയുടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.